KFC വായ്പാ തട്ടിപ്പിൽ FIR റദ്ദാക്കണമെന്ന PV അൻവറിന്റെ ഹർജിയിൽ പരാതിക്കാരനെ കക്ഷി ചേർത്തു. കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് കക്ഷിയാക്കിയത്. ഈ മാസം 27 ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ആ കക്ഷി ചേർക്കൽ PV അൻവറിന് തിരിച്ചടിയാവുന്നത് എങ്ങനെയാണ്? ഹാഷ്മി, ഈ KFC തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 തവണ ഇതിനോടകം തന്നെ PV അൻവറിനെ ED ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PV അൻവർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ ഈ പരാതിക്കാരനായ മുരുകേഷിനെ കക്ഷി ചേർത്തിരിക്കുന്നത്. അതായത് മുരുകേഷിന് പറയാനുള്ളത് കൂടി ഇനി കോടതി കേൾക്കും. അതിനുശേഷം മാത്രമേ ഈ FIR റദ്ദ് ചെയ്യണമെന്ന ആവശ്യത്തിലേക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്കൊക്കെ കോടതി പോകുകയുള്ളൂ. സ്വാഭാവികമായും പക്കലുള്ള തെളിവുകളൊക്കെ മുരുകേഷൻ കോടതിയിൽ സമർപ്പിക്കും. അത് അൻവറിന് അത്ര ഗുണകരമാകാനുള്ള സാധ്യത ഇല്ല. ആ പശ്ചാത്തലത്തിലാണ് ഇത് അൻവറിനൊരു തിരിച്ചടിയായി കണക്കാക്കേണ്ടതില്ല, സ്വാഭാവിക നടപടിയാണ്. പക്ഷേ അത് അങ്ങനെ ഏകപക്ഷീയമായ നിലപാടിലേക്ക് പോകുന്നില്ല. പരാതിക്കാരനെ കൂടി കേട്ട ശേഷം തുടർ നടപടിയിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന തീരുമാനം. ഹർജി 22-ാം തീയതി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.